ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു, അത് ശരിയാണ്. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, അത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. 3. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു, അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഉത്തരം ഖേദ സമരവും ചമ്പാരൻ സമരവുമാണ്. ഓപ്ഷൻ ബി. ഖേദ സമരം നടന്നത് 1918 ചമ്പാരൻ സമരം നടന്നത് 1917. മൂന്നാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരാണ്? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരാണ്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നതുമായി സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. അതിൽ A.V. അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്ലിപ്സ്, പെത്തിക് ലോറൻസ് എന്നീ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. A.V. അലക്സാണ്ടർ, സ്റ്റാൻഫോർഡ് ക്ലിപ്സ് തന്നിരിക്കുന്ന അംഗമല്ലാത്ത വ്യക്തികളാണ് ചോദിച്ചത്. മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു. ഉത്തരം ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1798 നടപ്പിലാക്കിയത്, അത് ശരിയാണ്. കേഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്, അതാണ് തെറ്റായിട്ടുള്ളത്. വെല്ലസ്ലി പ്രഭുവാണ് നടപ്പിലാക്കിയത്. 3. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, അതും ശരിയാണ്. ഇതിൽ ബന്ധപ്പെടാത്ത പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം. അഞ്ചാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏത്? തന്നിരിക്കുന്നത് മൗലാന മുഹമ്മദ് അലി, അത് ശരിയാണ്. മുഹമ്മദ് അലി ജിന്ന, അത് തെറ്റാണ്. സാലിം അലി, അതും തെറ്റാണ്. മൗലാന ഷൗക്കത്ത് അലി, അത് ശരിയാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, അയർലാൻഡ്. ഏഴാമത്തെ ചോദ്യം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മണിപ്പൂർ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, രാജേന്ദ്ര പ്രസാദ്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, രാജസ്ഥാൻ. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരം ഉള്ളത് ആർക്കാണ്? താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി, പാർലമെൻറ്റിന്. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയല്ലാത്തത് ഏത്? 1. വൈക്കം സത്യാഗ്രഹം, ടി.കെ. മാധവൻ, അത് ശരിയാണ്. 2. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ, അത് തെറ്റാണ്. പാലിയം സത്യാഗ്രഹം സി. കേശവനാണ്. 3. ഗുരുവായൂർ സത്യാഗ്രഹം, കെ. കേളപ്പൻ, അതും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 12ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അഭിനവ കേരളം വാഗ്ഭടാനന്ദനാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമിയുടേതാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ.
13-ാമത്തെ ചോദ്യം, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? കോവിലകത്തും വാതുക്കൽ, അത് ശരിയാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചു, അതും ശരിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന്, അത് തെറ്റാണ്. കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. 14-ാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമി. 15-ാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? 1, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം, അത് ശരിയാണ്. 2, 1721 ഇത് നടന്നത്, അതും ശരിയാണ്. 3, കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, അതും ശരിയാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്, അത് തെറ്റാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയാണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ സി. 16-ാമത്തെ ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഫ്രാൻസ്. 17-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഇടുക്കി. 18-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ചോളം, ബാർലി, നെല്ല്, പരുത്തി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാർലി ഖാരിഫ് വിളയല്ല, റാബി വിളയാണ്. ബാക്കിയൊക്കെ ഖാരിഫ് വിളയാണ്. 19-ാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, 1998 മെയ് 17. 20-ാമത്തെ ചോദ്യം, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പെരുംകുളം. 21-ാമത്തെ ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി, 101-ാം ഭേദഗതി. 22-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ, MS സ്വാമിനാഥൻ. 23-ാമത് ചോദ്യം, 15-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 15-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, NK സിംഗ്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 24-ാമത് ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്, അത് ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, അതും ശരിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-ആണ്, അതും ശരിയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ്, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 25-ാമത്തെ ചോദ്യം, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കറുത്ത മണ്ണ്. 26-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 27-ാമത് ചോദ്യം, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏത്? പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കണ്ടൽ വനങ്ങൾ. 28-ാമത് ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ
പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി നർമ്മദ. 29ാമത്തെ ചോദ്യം, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഉത്തരം ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 31ാമത്തെ ചോദ്യം, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആസാം. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം. 33ാമത്തെ ചോദ്യം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 34ാമത്തെ ചോദ്യം, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി NH 744. 35ാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വയനാട്. 36ാമത്തെ ചോദ്യം, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്. 37ാമത്തെ ചോദ്യം, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നൂറനാട്. 39ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ. 40ാമത്തെ ചോദ്യം, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വെള്ളായണി കായൽ. 41ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുമളി. 42ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ ആലുവ. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി മേപ്പാടി. 44ാമത്തെ ചോദ്യം, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അയണോസ്ഫിയർ. 45ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. 46ാമത്തെ ചോദ്യം, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? ഉത്തരം ഓപ്ഷൻ സി 1098. 47ാമത്തെ ചോദ്യം, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 48ാമത്തെ ചോദ്യം, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജൂൾ. 49ാമത്തെ ചോദ്യം, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെലുങ്കാന. 50ാമത്തെ ചോദ്യം, 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്ത്?
2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി. രാജ്യത്തെ 5G സേവനങ്ങൾക്ക് തുടക്കം. 51ാമത്തെ ചോദ്യം. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. പ്രജന്ത്. 52ാമത്തെ ചോദ്യം. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. നൂർമേനി. 53ാമത്തെ ചോദ്യം. വിറ്റാമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. വിറ്റാമിൻ എ നാമം റെറ്റിനോളാണ്, അത് ശരിയാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു, അതും ശരിയാണ്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രണ്ടും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. 54ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ എ. സ്റ്റേപ്പീസ്. 55ാമത്തെ ചോദ്യം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി. മണ്ണൂത്തി. 56ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ. തെന്മല. 57ാമത്തെ ചോദ്യം. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. വൃക്ക. 58ാമത്തെ ചോദ്യം. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി. സ്വാന്തെ പേബോ. 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഡ്രൂ വൈസ്മാൻ, കാറ്റലിൻ കാരിക്കോ. 2024 വിക്ടർ ആംബ്രോസും ഗ്യാരി റോവ്കിനുമാണ് നേടിയത്. 59ാമത്തെ ചോദ്യം. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ. മധ്യപ്രദേശ്. 60ാമത്തെ ചോദ്യം. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ. പിണ്ഡം. 61ാമത്തെ ചോദ്യം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ. 62ാമത്തെ ചോദ്യം. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സിന്നബാർ. 63ാമത്തെ ചോദ്യം. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. 64ാമത്തെ ചോദ്യം. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് അത്? ഉത്തരം ഓപ്ഷൻ സി. ജഡത്വം. 65ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി. കേരള ഹൈക്കോടതി. 66ാമത്തെ ചോദ്യം. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന
സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആദിത്യ L1. 67ാമത്തെ ചോദ്യം. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്രയാണ്? കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്ര? ഉത്തരം ഓപ്ഷൻ എ 8 ദിവസം. 68ാമത്തെ ചോദ്യം. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. 69ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജനീവ. 70ാമത്തെ ചോദ്യം. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ സി കരൾ. 71ാമത്തെ ചോദ്യം. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി തലയോട്ടിയിലെ സന്ധി. 72ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക. 73ാമത്തെ ചോദ്യം. ഹൃദയത്തിൽ 4 അറയുള്ള ജീവി ഏതാണ്? ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യൻ. 74ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി വീണ ജോർജ്. 75ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. 76ാമത്തെ ചോദ്യം. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ താലോലം. 77ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 206. 78ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏതാണ്? ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. 79ാമത്തെ ചോദ്യം. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ബി വൈറസ്. 80ാമത്തെ ചോദ്യം. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.